ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 287. നമ്മൾ 59ാമത്തെ ഉപനിഷത്തായിട്ട് തൈത്തിരീയോപനിഷത്തായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭൃഗുവല്ലിയിലെ 10ാമത്തെ മന്ത്രമാണ്. ഇത് അതിഥി സേവയുടെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ഫലവും 10ൽ അതിഥി ആരാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ വരുന്ന ആൾക്കാരെയാണ് അതിഥിയായിട്ട് കാണുന്നത്. ഇപ്പം ബന്ധുക്കളും അതിഥികൾ തന്നെ. ബന്ധുക്കൾ വീട്ടിൽ വരുന്ന യഥാർത്ഥത്തിൽ ബന്ധുക്കളെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ബന്ധമൊന്നുമില്ലാതെ ആരും നമ്മളെ വീട്ടിൽ കയറി വരുന്നതന്നെ എന്തിനു വേണ്ടിയായിരിക്കും? ബന്ധുക്കൾ വരുന്ന വെറുതെ ലോക്യം എന്തെങ്കിലും അതിന് വേണ്ടിയായിരിക്കും. പക്ഷെ വേറെ ചിലവർ വരും എന്തിന്? പല സഹായമെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പം ആര് വീട്ടിൽ വന്നാൽ ചിലപ്പം പല സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അവരെയാണ് അതിഥിയായിട്ട് കാണേണ്ടത്. അപ്പോൾ ആ അതിഥിയുടെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു ഉയർന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. അല്ലാതെ അതിഥീനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്ത് വിടുന്നതിന് ആ ഒരു നിലയിലല്ല ഇത് സംസാരിക്കുന്നത്. അതിഥിയെ ഇവിടെ അതിഥി ദേവോ ഭവ എന്നാണ്. ദേവോ ഭവ അത് പറയും, നമുക്ക് നോക്കാം. അതിലേക്ക് അതിഥി സേവനത്തിൻ്റെ മഹാത്മ്യം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അപ്പം അതിഥികളെ സ്വീകരിച്ചിട്ട്, ഈ വേദത്തിൽ പറയുന്ന തരത്തിൽ അതിഥികളെ സ്വീകരിച്ചിട്ട് അതിൻ്റെ ഫലം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരിക്കലും തൻ്റെ വീട്ടിൽ എന്തെങ്കിലും ആഗ്രഹം സാധിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, എന്തെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകും, സാധിപ്പിക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവിടെ അതിഥിയായി വരുകയാണെങ്കിൽ അവരോട് ഒരിക്കലും മോശമായ മറുപടി നൽകി തിരിച്ചയക്കരുത്. അതായത് എന്തൊക്കെ ആവശ്യവും പറഞ്ഞു വരുന്ന അതിഥിയായിരിക്കാം. അവരോട് എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ വിശന്ന് വരുന്നവർ ഒന്നും തരാനില്ല, അല്ല കുറച്ച് സമയം ഞാനിവിടെ ഇരുന്നോട്ടെ, അതിനുള്ള സ്ഥലമൊന്നുമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞ് അയക്കരുത്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഈ വേദം ആണ് നമ്മൾ കൈകാര്യം, ഉപനിഷത്തുക്കളാണ്. അതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കണം. എല്ലാം ബ്രഹ്മം തന്നെയാണ്, നാമും എല്ലാമായിട്ട് മാറിയത്. അവിടെ പിന്നെ ഞാൻ, എൻ്റെ ആൾക്കാർ, നിൻ്റെ ആൾക്കാർ, അതൊന്നും പാടില്ല. വരുന്നവരെല്ലാം, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനിക്ക്, ബ്രാഹ്മണനോ, ക്ഷത്രിയ, അവിടെ ഉച്ചനീചത്വങ്ങളൊന്നും വേദത്തിലില്ല, ഉപനിഷത്തിലില്ല. കാരണം എല്ലാം ബ്രഹ്മമാണ്. ഒരു ആർത്തവമുള്ള സ്ത്രീ വന്നാലും, ഒരു ചണ്ടാളൻ വന്നാലും എല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ പറ്റണം. എന്നിട്ട് അവരെ സ്വീകരിച്ചിട്ട് തൃപ്തിപ്പെടുത്തി വിടണം. അതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാം നമ്മൾ തന്നെയായിട്ട് കാണാൻ പറ്റണം. എനിക്ക് വിശക്കുമ്പോൾ വേറൊരാൾ വിശക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ തന്നെയാണ്. ആ നിലയിലേക്ക് വരുന്നതാണ് ഉപനിഷത്തിൻ്റെ ലക്ഷ്യം. അപ്പം അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോഴെന്ത് വേണം? മോശമായിട്ട് പെരുമാറുന്നത്. അവരുടെ ആഗ്രഹം സാധിപ്പിച്ചുകൊണ്ട്, എൻ്റെ ആഗ്രഹം പോലെ അവരുടെ ആഗ്രഹം, അത് ഏതായാലും അന്യനായാലും, അതാണ് അതിൻ്റെ അർത്ഥം. അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവബുദ്ധിയോടെ സ്വീകരിക്കണം. അതിഥി ദേവനാണ്. ദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഇരിക്കുന്ന ദേവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂജ നടത്തുന്ന എന്തോ വിഗ്രഹം വെച്ച്, അതൊന്നും അല്ല ദേവൻ. ബ്രഹ്മം 33 വസ്തുക്കളായിട്ട് മാറി. അതിൽപ്പെടുന്നതാണ് നമ്മളല്ല, മനുഷ്യരുമല്ല. അങ്ങനെ ആയതിൽ ഒന്നാണ് അത്. അപ്പം അത് ദേവനാണ്. നമ്മളും ദേവനാണ്, അതും ദേവനാണ്, എല്ലാം ബ്രഹ്മമാണ്. അതാണ് അതിഥി ദേവോ ഭവ. അതിയെ ദേവനായിട്ട് കാണുക. ദേവൻ എന്ന് പറഞ്ഞാൽ 33 വസ്തുക്കളെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. ആ നിലയിൽ കാണണം. അപ്പം എല്ലാം എന്ത് തന്നെയാണ്? ഒന്നായിട്ട് കാണണം. അങ്ങനെ സ്വീകരിക്കണം. ഇത് വേദപഠന സമയത്ത് ഗുരു ഉപദേശിച്ച് തന്നിട്ടുണ്ട്. വേദം പഠിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നതാണ് അതിഥിയെ ദേവനായിട്ട് കാണുക എന്നുള്ള എല്ലാവരെയും. ഈ നിയമം പാലിച്ചാലേ അതിഥി സേവനം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതിഥിയെ സേവിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിഥിയെ സ്വീകരിച്ച് തൃപ്തിപ്പെടുത്തി വിടുക. ഈ കാര്യം പാലിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം?
തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമല്ലാത്ത നിലയിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കും. വീട്ടിലെല്ലാം അധ്വാനിക്കുന്നത് നമ്മൾ അധ്വാനിക്കുന്നതിനു വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടി. ആ നിലയിലല്ലാതെ ഉചിതമായ മാർഗത്തിൽ കൂടി ഇതിനായി ധനം ആർജിക്കണം. നമ്മൾ കുടുംബം പോറ്റാൻ ധനം ആർജിക്കും. ഉചിതമായ മാർഗത്തിൽ നിന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ, അല്ലാതെ കട്ടും മോഷ്ടിച്ചുമല്ല. ഇപ്പം നമ്മൾ കുടുംബം പറ്റാൻ വേണ്ടി എല്ലാവരോടും ചോദിച്ചാൽ തന്നെ പറയും, ഞാൻ നല്ല നിലയിൽ തന്നെയാണ് കുടുംബം പറ്റാൻ വേണ്ടി പൈസ ഇടുക. കുടുംബം പറ്റാൻ വേണ്ടി മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാം അച്ഛനും അമ്മക്കും വേണ്ടിയുള്ളതല്ല പറയുന്നത്. അല്ലാതെ തന്നെ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധനം സമ്പാദിക്കണം. അപ്പം നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഇന്ന് വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ വേണമെങ്കിൽ ഒരു 2 ഫ്രിഡ്ജാക്കാം. ഒരു ഫ്രിഡ്ജിൽ വീട്ടുകാർക്ക് വേണ്ട സാധനം, മറ്റേ ഫ്രിഡ്ജിൽ പുറത്തുനിന്ന് വരുന്ന അതിഥി ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ. ഏത് തരം ആൾക്കാരാണ്, ചിലപ്പോൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എല്ലാവർക്കും വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കരുതി വെക്കണം. ചിലപ്പം പച്ചക്കറിയൊന്നും തിന്നാതെ കക്ഷിയായിരിക്കും, അപ്പം വെജിറ്റേറിയന് പറ്റില്ലല്ലോ. അപ്പം എല്ലാം വേണം. പിന്നെ ഒരു പ്രത്യേക ഫ്രിഡ്ജെല്ലാക്കി ഓരോ ദിവസവും അതിഥി വരുമ്പോഴേക്ക് നമ്മളതിന് റെഡിയായിരിക്കണം. പെട്ടെന്നെടുത്ത് ഉണ്ടാക്കിയാലും മതി, ഉണ്ടാക്കി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ റെഡിയായിരിക്കണം ആര് വന്നാലും കൊടുക്കാൻ വേണ്ടിയിട്ട്. മുൻപ് പറഞ്ഞ തത്വങ്ങൾ പ്രകാരം, അതായത് മുമ്പ് പറഞ്ഞല്ലോ അന്നം പ്രാണമയം മറ്റേമയം എന്നെല്ലാം പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഭോഗവസ്തുക്കളെല്ലാം നമുക്ക് ഉണ്ടാക്കാമെന്നെല്ലാം പറഞ്ഞു തന്നല്ലോ കഴിഞ്ഞാൽ. ആ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് വേണം, അതിനായി ധനവും ആഹാര വസ്തുക്കളും ധാരാളം ശേഖരിച്ചു വെക്കണം. അതിഥിയെ സ്വീകരിച്ചു വെക്കണം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ അധ്വാനിക്കുന്ന വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, വല്ലവരും നമ്മളടുത്ത് വരികയാണെങ്കിൽ അവരെയും സേവിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട്. ഇതാണ് വേദങ്ങൾ നൽകുന്ന സന്ദേശം. അതായത് അതിഥി ദേവനത്തിനായി ധനധാന്യങ്ങൾ സംഭരിച്ചു വെക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജിൽ ഏതാളാന്ന് വരുവാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങേക്ക് മദ്യവും കാണാതിരിക്കും, മദ്യയില്ലെങ്കിൽ കൈ ഇങ്ങനെ വെക്കാം, എങ്കിൽ അതും കൂടി നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിൽ ഇതെല്ലാം കയറ്റി വെക്കാം, നമ്മൾ ഉപയോഗിക്കണ്ട. ഇപ്പം നമ്മളിപ്പം വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു ഫ്രിഡ്ജ് വെജിറ്റേറിയൻ, മറ്റേൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാസ് മറ്റേലേക്ക് കയറി ഒരു ഫ്രിഡ്ജിൽ ഇതെല്ലാം സംഭരിച്ച് വെക്കണം. അധ്വാനിക്കണം. അതിനുവേണ്ടി സാധാരണ നിലയിലുള്ളതല്ല പറയുന്നത്. നമ്മൾ ഈ അതിഥി നമ്മൾ വരുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയല്ല, അതല്ല. നമ്മൾ അതിനുവേണ്ടി അധ്വാനിച്ചിട്ട് പണം സമ്പാദിച്ചിട്ട് ധാന്യങ്ങൾ സംഭരിച്ച് വെക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണത്. കാരണം അതിഥി സേവനം ഗൃഹോചിതമായ കർമ്മത്തിൻ്റെ ഭാഗമാണ്. അതായത് ഒരു വീട് ഭരിക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണ് അതിഥി വരുമ്പോൾ അവരെയും സ്വീകരിച്ച് സൽക്കരിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തം. ചെറിയ കാര്യമായിരുന്നില്ല. വീട്ടിൽ വ്യക്തി വരുമ്പോൾ എന്ത് പറയണമെന്നിട്ട്, വരൂ കാണുമ്പോൾ തന്നെ അവനെ വരൂ എന്ന് വിളിക്കൂ, ഇരിക്കൂ, ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാം, ഇങ്ങനെ പറഞ്ഞിട്ട് സ്വീകരിക്കണം. ഇതെല്ലാം തമാശ രൂപത്തിൽ പറഞ്ഞതൊന്നുമല്ല. ഋഷികൾ പാടുപെട്ടിട്ട് എഴുതി വെച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ അത്രയും മാനസികമായ മനുഷ്യജന്മം ഒന്നേ കിട്ടുകയുള്ളൂ. എന്തെങ്കിലും മൃഗങ്ങളും പട്ടികളും പൂച്ച പന്നി എല്ലായിട്ടാണ് നടക്കുന്നുണ്ടാവുക. ഈ ജന്മം ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അതിലൂടെ നമ്മൾ മഹത്വപരമായ സത്യങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ വാരിക്കൂട്ടിയിട്ട് താനും തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് വാരിക്കൂട്ടിയിട്ട് ജീവിക്കുന്നത് ഈ വേദങ്ങളൊന്നും അത് അനുശാസിക്കുന്നില്ല. വേദങ്ങളെല്ലാം എല്ലാവരെയും തുല്യമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ജീവിക്കാനാണ് പറയുന്നത്. ഇനിയോ നമ്മുടെ ഹൃദയത്തിൽ, അപ്പോൾ ഹൃദയത്തിലാണ് ഇവിടെ അടുത്ത വാക്ക് ഉപയോഗിച്ചാൽ നമ്മളെ വീട്ടിൽ നിന്നല്ല, നമ്മളെ ഹൃദയത്തിൽ നിങ്ങൾക്ക് നൽകുന്നതിനുള്ള നല്ല ഭക്ഷണവും താമസ സ്ഥലവും ഇല്ല എന്ന ചിന്ത ഒരിക്കലും പാടില്ല.
വീട്ടിലില്ല എന്നല്ല, ഹൃദയത്തിൽ. അപ്പോൾ ഹൃദയത്തിലാണ് എല്ലാവരും വരുന്നവരെ, ഏത് വ്യക്തിയായാലും. അവിടെ തൊട്ടുകൂടാതെ ഒന്നുമില്ല. കാരണം വേദം തന്നെ പറയുന്നത് എല്ലാം ബ്രഹ്മമാണ്. ചണ്ടാളനും ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമാണ്. ആർത്തോളശ്രീയും ബ്രഹ്മമാണ്. അതുകൊണ്ട് അതിലൊന്നും വിവേചനം പാടില്ല. ആർക്കും കയറി വരാം, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതിനെ ബ്രഹ്മമായി കാണുക. എല്ലെങ്കിൽ പറയായിരുന്നു ഇന്ന ആൾക്കാർ വരുമ്പോൾ കൊടുക്കണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഏതവനും അങ്ങനെയൊരു വലിയ മനസ്സിൻ്റെ ഉടമയെ സൃഷ്ടിക്കുന്നതാണ് വേദങ്ങൾ. അതിനെയാണ് നമ്മൾ ഇടുങ്ങി വിഭാഗീയ ചിന്തകളിലൂടെ പലതാക്കി മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രങ്ങളെല്ലാം നൽകി, നല്ല ഭക്ഷണങ്ങളെല്ലാം നൽകി തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ ആ ഭോഗവസ്തുക്കളും അത്തരം ഭോഗവസ്തുക്കളുടെ അഭാവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ വരുന്നവരെ നല്ലവണ്ണം തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ അത്തരം വസ്തുക്കളുടെ ഷോർട്ടേജ് ആ വീട്ടിൽ ഉണ്ടാകില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം സാധാരണ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ വരുമ്പം തന്നെ ആകെ വിശന്നിരുന്നിട്ട് കുറച്ച് ഭക്ഷണം എല്ലാം വാങ്ങി എങ്ങനെയല്ലോ പൈസ തട്ടിപ്പിടിച്ച് ഒന്നാക്കി വരുമ്പോൾ വേറൊരാൾ വരുമ്പോൾ നമ്മളെന്താ എനിക്ക് അയ്യോ ഇനി മക്കൾക്ക് എന്ത് കൊടുക്കും, ഇത് കൊടുക്കാതിരിക്കാൻ പറ്റും, ഇങ്ങനെയെല്ലാം. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അവരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ സമൃദ്ധിയാവും എന്നെല്ലാം പറയുന്ന ആ മീനിങ്ങിലെല്ലാം എടുക്കേണ്ടത്. നമ്മുടെ മാനസികാവസ്ഥ ആ ലെവലിൽ ഉയർന്നു കഴിഞ്ഞാൽ നമുക്കുള്ളതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അവൻ സംതൃപ്തനാണ്, അവന് ഇല്ലാലോ എന്നുള്ള ചിന്തയില്ല. ആരൊക്കെ വരുമ്പോഴാ ബാബാ ഇരി നമുക്കുള്ളതിൽ ഒരു ഭാഗം അവന് കൊടുത്തു, അല്ലെങ്കിൽ അവനെ തൃപ്തിപ്പെടുത്തി വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സെപ്പോഴും സംതൃപ്തമാണ്. എപ്പോഴാണ് നമ്മൾ അതൃപ്തി ഉണ്ടാകുന്നത്? നമുക്ക് പോരാ എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഷോർട്ടേജ് തോന്നുന്നത്. നമുക്ക് ആർത്തി തീരുന്നില്ല, എത്ര കിട്ടിയാലും തീരുന്നില്ല. അങ്ങനെയുള്ളവന് പക്ഷെ ഈ വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ് അവനത് മതി. അപ്പം അവനോട് അങ്ങനെയുള്ള വ്യക്തികളോട് ചോദിച്ചാൽ നിനക്കെന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട, എനിക്കെല്ലാം ഉണ്ട്, ആവശ്യത്തിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. പക്ഷെ അവനത് മതി, അതിലൊന്നും അവന് കാര്യമില്ല, ഒന്നുമില്ലേ, കുറച്ച് കൊല്ലം എടുത്ത് കുടിക്കും. അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് മാറുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സുഭിക്ഷമാണ്. ഈ ലോകത്തിൽ വേണ്ടി എല്ലാം അവനുണ്ട്. നിനക്കെന്താ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും ആവശ്യമില്ല. പക്ഷേ ആർത്തി പിടിച്ചവന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ അപ്പുറവും ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അവൻ്റെ ഗൃഹത്തിൽ യഥേഷ്ടം അന്നമുണ്ടാകും. കാരണം ഉള്ള അന്നം കൊണ്ട് അവൻ തൃപ്തിയാണ്. നമ്മൾ തൃപ്തിയാവുന്നു, അതിനനുസരിച്ച് നമ്മളെ റിക്വയർമെൻറ്റ്. നമ്മൾ തൃപ്തിയാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യങ്ങളില്ല. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഘടനയാണ് അത് തീരുമാനിക്കുന്നത്. ഏത് ഭാവത്തിൽ വസ്തുക്കൾ നൽകുന്നോ അതേ ഭാവത്തിൽ വസ്തുക്കളും നമ്മളെ ആദരിക്കും. അതായത് അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു വസ്തുവിനെ നല്ല നിലയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ആ വസ്തു നമ്മളോട് സഹകരിക്കും. അനാദരവോടെ അതിഥി സേവ നടത്തിയാലോ, ആദരവൊന്നുമില്ലാതെ അതിഥിയെ സേവിച്ചാലോ അതേ വസ്തുക്കൾ നേടാൻ അവൻ അധികമായി കഷ്ടപ്പെടേണ്ടി വരും. ഇഷ്ടമില്ലാത്ത മനസ്സോടുകൂടി ഒരുത്തന് ഭക്ഷണം അതിഥിക്ക് എന്തെങ്കിലും കൊടുത്തു എന്ന് വെച്ചോളൂ, ആ ഭക്ഷണം നേടാൻ അവൻ കഷ്ടപ്പെടേണ്ടി വരും. കാരണം അവൻ സ്വാർത്ഥമതിയാണ്. എന്ത് കിട്ടിയാലും അവന് മനസ്സ് മതിയാവില്ല. പിന്നെ അവനെന്ത് ചെയ്യും? പകലെ ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. എന്നാലും അവന് തൃപ്തി വരില്ല. തൃപ്തിയാണ് നമ്മളുടെ മതിയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് കിട്ടി, കുറച്ച് ചോറ് കിട്ടി, നമുക്ക് തൃപ്തിയായ പിന്നെ നമ്മൾ വേറെ അതിനെപ്പറ്റി ചിന്തിക്കില്ല. തൃപ്തിയായവന് എത്ര തിന്നാലും തൃപ്തിയാകുന്നില്ല, പോരാ കുറച്ചും കൂടി വേണമെന്ന് തോന്നുന്നവന് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം
അവ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്രകാരം നല്ല നിലയിൽ അതിഥിയെ സൽക്കരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഉത്തമ ഫലങ്ങൾ ലഭിക്കും. അതായത് ഒരു മാനസികാവസ്ഥയാണ് പറയുന്നത്. ആത്മീയതയിലേക്ക് തിരിയുന്നവരെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി അതിഥികളെ എല്ലാവരെയും ആ ഒരു മനസ്ഥിതി, നമ്മളെ ഭാര്യ മക്കൾ എന്ന മനസ്ഥിതി മാറ്റിയിട്ട് ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ, വല്ല സഹായം നേടി വരുന്നുണ്ടോ, ആ ഒരു സമീപനത്തോടു കൂടി നമ്മൾ ജീവിക്കണം. അതായത് അന്യന്മാരെയും നമ്മുടെ ഭാഗമായിട്ട് കാണണമെന്ന് ചുരുക്കം. ആ ഒരു മാനസിക അവസ്ഥ അതിഥിയെ സേവിക്കുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ സ്വാർത്ഥമതികളൊന്നും അധികതികൾ വരുമ്പം തന്നെ ശല്യം വരുന്നുണ്ട് എന്ന് വിചാരിക്കും. അടുത്ത മന്ത്രത്തിൽ പരമേശ്വരൻ്റെ വിഭൂതിയെ പറ്റി വിവരിക്കുന്നു. പരമേശ്വരനെ, അപ്പം ഈശ്വരനാണല്ലോ എല്ലാ സൃഷ്ടിക്ക് പിന്നിലും. ആ ഈശ്വരൻ്റെ വിഭൂതിയെ പറ്റി പറയുകയാണ്. പരമാത്മാവ് സത്യസ്വരൂപമായ വാണിയാൽ ആശീർവദിച്ച് രക്ഷ നൽകുന്ന ശക്തിവിശേഷമാണ്. ആരാണ് ഈ പരമാത്മാവ് എന്ന് പറയുകയാണ്? സത്യസ്വരൂപനായ ആ പരമാത്മാവ്, അതാണ് സത്യം. ആദ്യമുള്ളത് ആ ബ്രഹ്മം മാത്രമാണ്. അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. അതാണ് ഈശ്വരൻ. ആ പരമാത്മാവ് സത്യസ്വരൂപനാണ്. വാണിയാൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ആശീർവദിച്ച് നമുക്ക് രക്ഷ നൽകുന്ന ശക്തിവിശേഷമാണ്. നമ്മളെ നിലനിർത്തുന്ന, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നിലനിർത്തുന്ന ശക്തിവിശേഷമാണ് പരമാത്മാവ്. അപ്പം പരമാത്മാവിനെ അന്വേഷിക്കാൻ പുറത്തൊന്നും പോകണ്ട. നമ്മളെ ശരീരം സംരക്ഷിക്കുന്ന ശക്തിവിശേഷമാണ് പരമാത്മാവ്. എങ്ങനെ? പ്രാണൻ, അപാനൻ. നമ്മളെ ശരീരത്തിൽ പ്രാണനുണ്ട്, നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റം. അതാണ് നമ്മളെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. നമ്മളത് അറിയുന്നില്ല, പക്ഷേ അതെപ്പോഴും നിയന്ത്രിച്ചുകൊണ്ട് ഹാർട്ടിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, ലങ്സിനെ ഫങ്ഷൻ ചെയ്യിക്കുന്നുണ്ട്. പിന്നെയോ ജീവോപാധികളിലൂടെ വസ്തുക്കളെ ആകർഷിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ദഹിപ്പിച്ച് ശരീരത്തിന് വേണ്ടത് ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷം, ജീവനെ രക്ഷിക്കുന്നതിന് പിന്നിലുള്ള ശക്തി പരമേശ്വരൻ്റെ ഒരംശമാണ്. ആ ഈശ്വരൻ്റെ ഒരംശമാണ് നമ്മളെ നാഡികളിലൂടെ നമ്മളെ ഹൃദയങ്ങളെയും എല്ലാ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്. ദഹന സംബന്ധമായ പ്രവർത്തികളെല്ലാം ശരീരത്തിൽ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു ശക്തിവിശേഷമാണ് ആ പരമേശ്വരൻ്റെ ഒരംശമായി കാണണം. അപ്പോൾ ഈശ്വരനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടെയും പോകണ്ട. നമ്മളെ ഉള്ളിൽ തന്നെ ജീവൻ നിലനിർത്തുന്ന ശക്തിവിശേഷമാണ്. ജീവനെ മാത്രമാണോ നിലനിർത്തുന്നത്? ദഹിപ്പിക്കുക മാത്രമാണോ? അല്ല. കൈകൾ പ്രവർത്തിപ്പിക്കുന്ന ശക്തി. ഈ കൈകൾ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ആരാണ് നൽകുന്നത്? അകത്ത് നിന്ന് ഒരു പ്രേരക ശക്തി. ഇപ്പം എന്നെയുടെ കൊതുക് കടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചിന്തിക്കുകയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ എത്തിക്കൊള്ളും. അപ്പോൾ ഇതെല്ലാം ആ ശക്തിവിശേഷമാണ് നമ്മളിലൂടെ ചെയ്യിപ്പിക്കുന്നത്. അല്ല ഞാൻ ആലോചിച്ചിട്ട് ആ കൊതുക് കടിക്കുന്നത് ആ കൈ നീ അടപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല, അല്ല ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ്. കൈകൾ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, കാലുകളെ ചലിപ്പിക്കുന്ന ശക്തി, മലദ്വാരത്തിൽ മലം വിസർജിപ്പിക്കുന്നതിന് നൽകുന്ന ശക്തി. മലദ്വാരത്തിൽ നിന്ന് മലം നിറയുമ്പോൾ പുറത്തേക്ക് തള്ളാനുള്ള ഒരു ശക്തിയുണ്ട്. അത് ആരുണ്ടാക്കുന്നത്? നമ്മളാണോ? അല്ലാതെ നമ്മൾ വയറ്റിൽ നോക്കിയിട്ട് അവിടെ എല്ലാം സംഭരിച്ച് വെച്ചിരിക്കുക, എന്നാൽ പിന്നെ ക്ലീൻ ചെയ്ത് കളയാം, വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന അങ്ങനെയാണോ നമ്മളെ ശരീരത്തിൽ കിടക്കുന്നത്? അതിൻ്റെ ശരീരം ഉള്ളിൽ തന്നെ ഒരു ശക്തിവിശേഷമുണ്ട്. അതായത് നമ്മളെ എല്ലാ അവയവങ്ങളെയും ചലിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം അകത്തുണ്ട്. അതെല്ലാം ആ പരമേശ്വരൻ എന്ന പരമേശ്വരൻ്റെ ഒരംശമാകുന്നു. ഒരംശമേ ഉള്ളൂ. ബാക്കി അംശം ബാക്കി എത്രയോ നാട്ടിൽ എന്തെല്ലാം ഉണ്ടായാലും ഓരോ അംശമാണ്. ആ ശക്തികൾ, അങ്ങനെ എന്തെല്ലാം ശക്തികൾ നമ്മളെ ശരീരത്തിലുണ്ടോ അതെല്ലാം ആ പരമേശ്വരൻ്റെ ശക്തിയുടെ ഒരംശം മാത്രമാണ്. ഏതൊരാൾ ഇത് മനസ്സിലാക്കി ആദരിക്കുന്നവോ
അവൻ ആധ്യാത്മികമായ, ആധ്യാത്മികം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ആ ശക്തി വിശേഷമാണ്. നമ്മൾ അറിയാതെയാണ് എല്ലാം നടക്കുന്നത്. ശാരീരിക സ്വഭാവ സംബന്ധിയായ അതിനെ മനസ്സിലാക്കുന്നവരെ അതിനെ ഉപാസിക്കുന്നു. അപ്പം നമ്മൾ പരമാത്മാവിനെ ഉപാസിക്കുവാൻ നമ്മുടെ ശരീരത്തിലെ ഈ ശക്തി വിശേഷത്തെ മനസ്സിൽ ചിന്തിച്ചാണ്. എന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുകയും എൻ്റെ എല്ലാ അവയവങ്ങളെയും എല്ലാം പ്രവർത്തിപ്പിച്ച് എന്നെ നിലനിർത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം പരമേശ്വരൻ്റെ ഒരംശമാണ്. ഇങ്ങനെ ഉപാസിക്കുക, അല്ലാതെ പുറത്തു പോയി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉള്ളിൽ തന്നെയുണ്ട്. ഇനി സൃഷ്ടിയിൽ ദർശിക്കുന്നത് ആദിദൈവികമായ ഉപാസനയാണ്. പിന്നെ പുറത്ത് പ്രപഞ്ചത്തിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ശക്തി വിശേഷമാണ് ആദിദൈവികമായ ഉപാസന. അതിനെ ഉപാസിക്കുക. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? വൃഷ്ടിക്ക് കാരണമായത് മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാലോ, സൂര്യനെയും ഭൂമിയും ഒരേ വട്ടത്തിലാണ് ചുറ്റിയത്. സൂര്യനെ ചുറ്റിയിരുന്നെങ്കിൽ എപ്പോഴും ഒരേ ചൂടായിരിക്കും. ഭൂമിയിലെ വെള്ളമെല്ലാം അങ്ങ് ഭൂമിനെ തിരിച്ചു വരില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സീസൺസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇന്ന കാലത്തിൽ വെള്ളം മുകളിലോട്ടേക്ക് പോകും. അത് ഏത് വെള്ളമെല്ലാണ് പോവുക? കക്കൂസിലെ വെള്ളമെല്ലാണ് പോകുക. ഇവിടെ അത് പോയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കുമായിരുന്നു. അപ്പം കക്കൂസിലെ വെള്ളമായാലും എന്തായാലും അത് ബാഷ്പീകരിച്ച് മുകളിൽ പോയിട്ട് മഴയായിട്ട് ദിവ്യജലമായിട്ടാണ് വരുന്നത്. ഏത് കക്കൂസിൽ നിന്ന് പോകുന്ന വെള്ളവും ചളി വെള്ളവും എല്ലാം പോയിട്ട് ശുദ്ധീകരിച്ചിട്ട് ഇവിടുന്ന് പോകുമ്പോൾ വേസ്റ്റെല്ലാം അവിടെ കിടക്കും. അത് വെയിലത്ത് ഉണങ്ങിയെല്ലാം അങ്ങ് പോകും. അപ്പം നമുക്ക് കിട്ടുന്ന വെള്ളത്തിന് നമ്മളെന്താ പറയുക? ശുദ്ധ വെള്ളം. ഇവിടുന്ന് പോകുന്ന എല്ലാ അഴുക്ക് വെള്ളവും എല്ലാം കൂടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിലൂടെയാണ് അന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ പെയ്യുന്ന വെള്ളം ഇവിടെ ചെടികൾ എടുത്ത് പലതരം ധാന്യങ്ങളും ഫലങ്ങളും എല്ലായിട്ട് നമുക്ക് തരുന്നു. അതേപോലെ ആകാശത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം കാണുന്ന പ്രഭ, അവയിലുള്ള വെളിച്ചം എല്ലാം അതിൻ്റെ സംഭാവനയാണ്. പിന്നെ മനുഷ്യരുടെ ലിംഗത്തിൻ്റെ അറ്റത്തിൽ നിൽക്കുന്ന ആ സന്താന ഉണ്ടാക്കാനുള്ള ശക്തി, ആനന്ദം നൽകുന്ന ശക്തി, അതെല്ലാം അതിൽ നിന്ന് വന്നതാണ്, ഗ്രഹങ്ങളിൽ നിന്ന് വന്നതാണ്. ആകാശത്തിൽ എല്ലാറ്റിനെയും നിലനിർത്തുന്ന ശക്തിയും ആ പരമേശ്വരൻ്റെ ശക്തിയുടെ ഒരംശമാണ്. ആകാശത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ഗോളങ്ങളെ വെച്ചിട്ട് ഓരോ ഗോളത്തോടും പറഞ്ഞ് നീ ഈ റൂട്ട് ചുറ്റിക്കോ, മറ്റേതാ ഈ റൂട്ട് ചുറ്റിക്കോ, മാറി സഞ്ചരിക്കരുത്. മാറി സഞ്ചരിക്കുമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബുധനും ശുക്രനും എല്ലാം തോന്നുന്നവരെ സഞ്ചരിച്ചിരുന്ന് ചന്ദ്രൻ ബുധനിൽ പോയി ഇടിക്കും, ബുധൻ ശുക്രനിൽ പോയി ഇടിക്കും, എല്ലാം പരസ്പരം ഇടിക്കും. കർശന നിയമത്തിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ള ശക്തി വിശേഷത്തെയാണ് ആദിബൗദ്ധിക ശക്തി എന്ന് പറയുന്നത്. അപ്പം ഈശ്വരൻ എവിടെയാണെന്നെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷം. ഇനി അടുത്ത മന്ത്രത്തിൽ സ്വകാരോപാസനയുടെ ഫലങ്ങൾ പറയുകയാണ്. നമുക്ക് ഉപാസിക്കണം, അതൊന്നും പോരാ. എങ്ങനെയൊന്നും ശരീരത്തിൻ്റെ അകത്തുള്ള ഈശ്വരൻ, അതിനൊന്നും എനിക്ക് ഉപാസിക്കാൻ പറ്റില്ല. എനിക്കൊരു പ്രതിമ വേണം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പ്രതിഷ്ഠ ആഗ്രഹിക്കുന്ന പുരുഷൻ തൻ്റെ ഉപാസ്യദേവൻ്റെ പ്രതിമയുടെ രൂപത്തിൽ ഉപാസന നടത്തട്ടെ, കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ബിംബം വേണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എടുത്തോ, ബിംബം എടുത്തോ. ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ശരീരത്തിലുള്ള ദേവനെയും പോലും ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, പിടിച്ചോ, ഒരു ദേവനെ എടുത്തോ, ഒരു ബിംബം ഉണ്ടാക്കി വെച്ചോ. പക്ഷെ എന്ത് വേണം? അതായത് അതെല്ലാറ്റിൻ്റെയും ആധാരമായി കാണണം. ഈ ഭാവനയോടെ ചിന്തിക്കണം. ഈ വെച്ചിരിക്കുന്ന ബിംബം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും ആധാരമാണ്. ഏത് ബിംബവും വെച്ചോ, കൃഷ്ണനെ വെക്കണോ, രാമനെ വെക്കണോ, ഏതിനെയും വെച്ചോ, അള്ളാനെ വെക്കണോ, യഹോവേനെ വെക്കണോ, കുരിശ് വെക്കണോ, എന്തും വെച്ചോ. പക്ഷെ എന്തായിട്ട് കാണണം?
ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ആധാരമാണ് ഈ ശക്തിവിശേഷം. ആ ചിന്താഗതിയിൽ ഭാവനയോടുകൂടി ചിന്തിച്ചിട്ട് വേണം. കൃഷ്ണൻ്റെ ബിംബം വെച്ച് കഴിഞ്ഞാലും അതിൽ നമുക്ക് യഹോവയെ കാണാൻ പറ്റണം, അള്ളായെ കാണാൻ പറ്റണം, ആർത്തവമുള്ള സ്ത്രീയെ കാണാൻ പറ്റണം, ഇവിടെയുള്ള എന്ത് സാധനങ്ങളുണ്ടോ അതെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റണം. തൊട്ടുകൂടാത്തവനെയും അതിനകത്ത് കാണണം. ആ തരത്തിലാണ് ബിംബം വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്റെ വെച്ചോ. പക്ഷേ അതുകൊണ്ടാണ് കൃഷ്ണന്റെ കഥ ഭാഗവതത്തിൽ പറയുമ്പോൾ മറ്റുള്ള ദേവന്മാർക്കൊന്നും മുൻകാട്ട് എല്ലാം കൃഷ്ണനും അല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളെ തെറ്റിദ്ധരിച്ചതാണ്. അതിൽ ശ്രീഹരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ അപ്പുറമുള്ള ആ ബ്രഹ്മമായിട്ട് തന്നെയാണ് ആ കഥയിൽ പോകുന്നത്. നമ്മൾ പിന്നെ കൃഷ്ണൻ രാധയാക്കി മാറ്റിയതാണ്. പക്ഷെ അവിടെ പറയുമ്പോൾ ഏതിനും കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്ത് പറയുമ്പോൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഏകമായ ബ്രഹ്മത്തെയാണ്. ആ നിലയിൽ കാണണം. അത് ചിന്തിക്കുന്നവന് പിന്നെ യഹോവ അള്ളാന്നൊന്നും പറയുമ്പോൾ തലയിൽ വട്ടടിക്കില്ല. കാരണം എല്ലാം അത് തന്നെയാണ്, സർവം അതാണ്. അങ്ങനെ അതിൽ മഹാൻ എന്ന് കരുതുന്നവൻ മഹാനായിത്തീരും. അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവൻ മഹാനായി ഭവിക്കും. അവൻ സ്വയം നമസ്കാര യോഗ്യനായിത്തീരും. ഒന്നും ചെയ്യണ്ട, എല്ലാവരും അവനെ നമിക്കും. എല്ലാ ഭോഗവസ്തുക്കളും അഭിലാഷങ്ങളും അവൻ്റെ മുമ്പിൽ വന്നു നിൽക്കും. അനായാസമായിട്ട് അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം അവന് ലഭിക്കും. ഈ പറയുമ്പോഴും നമ്മൾ ആ ഭാവനയിൽ ആ മനുഷ്യൻ ഉയർന്ന നിലയിൽ ചിന്തിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. അവനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അവനെല്ലാം ലഭിക്കും. അവനെന്താണ് വേണ്ടത്? എല്ലാം ബ്രഹ്മമാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ അവന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലും വേണം? ഒന്നും വേണ്ട. ഈ വേണം എന്ന് തോന്നുന്നത് എല്ലാം രണ്ടായിട്ട് തോന്നുന്നവനാണ്. എൻ്റെ കൈമത്ത് പച്ച മാങ്ങയുള്ളൂ, എനിക്കൊരു പഴുത്ത മാങ്ങ വേണമെന്ന് തോന്നുന്നു. അതെല്ലാം രണ്ടായി തോന്നുന്നവനാണ്. എല്ലാം ഒന്നാണ്, പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും എല്ലാം ഒന്നാണ് എന്ന് തോന്നുന്നതിന് എന്തോ വേണമെന്ന് വെച്ചാൽ എനിക്കൊന്നും വേണ്ട, ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്ന ചിന്ത. ആ ലെവലിലേക്ക് വരുമ്പോഴാണ് ആ ദേവനെ ബ്രഹ്മമായി കണ്ട് ഉപാസിക്കുന്നുവെങ്കിൽ, എന്നിട്ട് പിന്നെ എന്ത് വേണം? അതിനെ ബ്രഹ്മമായി കണ്ട് ഉപാസിക്കണം. അപ്പോൾ ഒരു കുരിശു എടുത്ത് വെച്ചോ, നാരായണ ഗുരുസ്വാമി പറഞ്ഞില്ലേ, കണ്ണാടി എടുത്ത് വെച്ചോ, കല്ലെടുത്ത് വെച്ചോ, പക്ഷെ അതിൽ ബ്രഹ്മത്തെ ദർശിക്കുക. അതൊരു വലിയ ചിന്താഗതിയാണ്. അവൻ ബ്രഹ്മജ്ഞാനിയായിത്തീരുന്നു. ഇതാണ് ബ്രഹ്മജ്ഞാനം. എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കും. ഒരു കല്ല് കിട്ടിയാലും അതിലും ബ്രഹ്മത്തെ ദർശിക്കണം. ഒരു ആർത്തവമുള്ള സ്ത്രീ വരികയാണ്, തൊട്ടുകൂടാതെ ഒരു വ്യക്തി മുമ്പിൽ വരികയാണ്, അവനിൽ ബ്രഹ്മത്തെ ദർശിക്കുക. അതാണ് വേദം പഠിപ്പിക്കുന്ന ബ്രഹ്മജ്ഞാനം. അപ്പോൾ ആ പരമേശ്വരൻ അവൻ്റെ സ്വന്തമായി തീരും. ആ ലെവലിൽ എത്തുമ്പോൾ അവൻ തന്നെ ബ്രഹ്മമായി തീരും. സ്വന്തമായി തീരുന്നു. അവന് അധീനനായിത്തീരും. അവൻ്റെ ശത്രുക്കളില്ലാതാവും. അങ്ങനെയോട് ചിന്തിക്കുന്നവന് പിന്നെ ശത്രുക്കളില്ല. നമ്മൾ ഇന്നുള്ള ആത്മീയത്തിലുള്ള പല നേതാക്കന്മാർക്ക് ശത്രുക്കളേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ മറ്റു മതങ്ങളിലുള്ള ആൾക്കാരെ തെറി പറയുന്നതിലാണ് അവർക്ക് താല്പര്യം. ഏത് മതമായിക്കോട്ടെ, അവരവരുടെ മതത്തിൽ വിശ്വസിച്ചിട്ട് മറ്റുള്ള ദേവന്മാരെയെല്ലാം നിന്ദിച്ച് എൻ്റെത് മാത്രം ശരി, മറ്റേത് ശരിയല്ല. പക്ഷെ വേദം അതെല്ലാം പറഞ്ഞു പോകുന്നത്. വേദം പറയുന്നത് എന്താണ്? എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുക. ആരായാലും, അല്ലാതെ ഒരൊറ്റ വാക്ക് വേദങ്ങളിൽ ഉച്ചരിക്കുന്നില്ല, ദ്വയമായിട്ടില്ല. അതുകൊണ്ടാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതാണ് സനാതനമായത്. അത് ഏകനാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരണം. എല്ലാവരെയും ഒരൊറ്റ ഈശ്വരൻ്റെ ആളായിട്ട് കാണാൻ പറ്റണം. അല്ലാതെ ഇന്നതിൽ നിന്നെല്ലാം നമ്മൾ വ്യതിചലിച്ചു പോയി.
അത് പരബ്രഹ്മ പുരുഷോത്തമൻ്റെ പരമേശ്വരൻ്റെ ഉപാസനയാകും. അങ്ങനെയാണ് ഒരു ബിംബം വെച്ചിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിലും ആ ബിംബത്തിൽ എല്ലാറ്റിനെയും ദർശിക്കണം. എന്നാൽ സ്വകാമമായ മനുഷ്യൻ, എന്നാൽ കാമത്തിന് അടിമപ്പെട്ട മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അജ്ഞാനത്താൽ ഈ രഹസ്യം മനസ്സിലാക്കാതെ, അജ്ഞാനികളായ മനുഷ്യർ ഈ രഹസ്യം മനസ്സിലാക്കാതെ ഭിന്ന ഭിന്ന ശക്തികളാൽ യുക്തമായ, ഭിന്ന ഭിന്ന ശക്തികളാൽ യുക്തം. എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ്, ഭയങ്കര ശക്തിയാണ്. അപ്പം വേറെ പറയല്ല, എൻ്റേത് ശാന്തം ലക്ഷ്മിയാണ്. അല്ലല്ലേ, എൻ്റെ നല്ല ധീരനാണ്, മറ്റേ കുട്ടിച്ചാത്തനാണ്, മർദ്ദയാണ്. ഇങ്ങനെയെല്ലാം ഓരോക്കുള്ള ആഗ്രഹങ്ങൾ. ഭിന്ന ഭിന്ന ശക്തികളാൽ യുക്തമായ ഭിന്ന ഭിന്ന ദേവതകളുടെ ഭിന്ന ഭിന്ന അഭിലാഷങ്ങളുടെ സിദ്ധിക്ക് വേണ്ടി, അഭിലാഷം സാധിക്കാൻ വേണ്ടിയിട്ട്, ഭിന്ന ഭിന്ന അഭിലാഷങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്, എനിക്കൊരു ശത്രുവുണ്ട്, അവനെ വെട്ടിക്കൊള്ളണം, പറ്റിയ കക്ഷി ഏതാണ്? ഭദ്രകാളി. അവിടെ പോയിട്ട് ഒരു വഴിപാട്, ശത്രു സംഹാര പൂജ. അപ്പോൾ അതൊന്ന് നടത്തി കഴിഞ്ഞാൽ ഭദ്രകാളി അവിടെയുള്ള മറ്റേ കൊടുവാള എന്താണ്, അതും എടുത്തിട്ട് ഇറങ്ങലുണ്ട്. ഇറങ്ങിപ്പോയി അവനെ വെട്ടി തുണ്ടമാക്കി ഇട്ടിട്ട് തിരിച്ചു വരും. നമ്മളൊരു ചെറിയ വഴിപാട്, ശത്രു സംഹാര പൂജ, അല്ലെങ്കിൽ ഒരു വെടി, 50 രൂപയോ 100 രൂപയോ എന്തൊക്കെ ആയിരിക്കും. അത് നടത്തിക്കഴിഞ്ഞാൽ ഭദ്രകാളി അത് കിട്ടുമ്പോൾ ഇതും എടുത്തിട്ട് പോയി വെട്ടിക്കൊല്ലും. ശത്രു സംഹാര പൂജ. മനുഷ്യന് അജ്ഞാനികളാണ്. അപ്പം അജ്ഞാനികളായ മനുഷ്യർ ഈ രഹസ്യം മനസ്സിലാക്കാതെ ഭിന്ന ഭിന്ന ശക്തികളാൽ യുക്തമായ ഭിന്ന ഭിന്ന ദേവതകളുടെ ഭിന്ന ഭിന്ന അഭിലാഷങ്ങളുടെ സിദ്ധിക്ക് വേണ്ടിയിട്ട്, ചിലവർക്ക് എന്ന് പറഞ്ഞാൽ ഉപാസിക്കുന്നതിനാണെന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഹൂറികൾ കിടക്കുകയാണ്. എവിടെ? അവിടെ ഇഷ്ടംമാതിരി ഹൂറുകളുണ്ട്, മദ്യപ്പുഴയുണ്ട്, എന്തല്ല, അതെല്ലാം പോയി അടിച്ച് കയറ്റാനും പിടിച്ചിട്ടാണ് ചിലവർ. അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ എവിടെയെങ്കിലും ഇരിക്കുക, അടുത്ത് തൊട്ടിരിക്കാം. എല്ലാവരോടും പറയാണ് അടുത്ത് തൊട്ടിരിക്കുക, ഇടതുവശത്തിരിക്കുക, അല്ലെങ്കിൽ വലതുവശത്തിരിക്കാം. ഈ പോകുന്ന ആൾക്കാരെല്ലാം എങ്ങനെയാണ് ഇടതുവശത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും ചിന്തിക്കുന്നില്ല. എൻ്റെ ഇടതുവശത്ത് തൊട്ടിട്ട് ഒരാൾക്കല്ലേ ഇരിക്കാൻ പറ്റും. ഈ പോകുന്നവരോടെല്ലാം പറയും ഈശോ ദൈവത്തിൻ്റെ ഇടതുവശത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ വലതുവശത്ത് പോയിരിക്കാം. അപ്പം ഭിന്ന ഭിന്ന അഭിലാഷങ്ങളുടെ സിദ്ധിക്ക് വേണ്ടി ഉപാസന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അതെല്ലാം മതിയാക്കിയിട്ട് മനുഷ്യർ അഖില ദേവന്മാരുടെയും ദേവനായ പരമേശ്വരന്, ആ പരമേശ്വരൻ എന്ന് പറയുമ്പം ഈ വേദത്തിൽ പറയുന്ന പരമേശ്വരൻ എന്ന് പറയുന്നത് തന്നെയാണ് അള്ളാഹുവും യഹോവയും എല്ലാം. ഇവിടെ ഒരു പേര് കൊടുത്തല്ലേ പറ്റൂ. ഇവിടെ സംസ്കൃതത്തിൽ ഒരു പേര് കൊടുത്തു, അറബികളിൽ അവിടുത്തെ ആൾക്കാർ വേറൊരു പേര് കൊടുത്തു, അത്രയേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ. ആ പ്രാപിക്കുന്നതിന് അദ്ദേഹത്തെ ഉപാസിക്കട്ടെ, അദ്ദേഹത്തിൽ നിന്നും മറ്റൊന്നും ആഗ്രഹിക്കരുത്. അദ്ദേഹത്തിൽ നിന്ന് ഒന്നും ചോദിക്കാൻ പാടില്ല, ആഗ്രഹിക്കരുത്. അദ്ദേഹത്തിൽ നിന്ന് എനിക്കൊന്നും വേണം എന്നല്ല ആഗ്രഹിക്കേണ്ടത്, എന്നെ അങ്ങേക്ക് എടുക്കണേ, എന്നെ കെട്ടിക്കെട്ട് അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടാണ്. അതല്ല, എന്നെ മരിക്കുന്നതിനെ കട്ടി മുമ്പിൽ എൻ്റെ ആത്മാവിനെ അങ്ങോട്ടേക്ക് എടുക്കണേ. ഇതാണ് ഒരൊറ്റ ആത്മീയതയിലേക്കുള്ള ഈശ്വരനോട് അപേക്ഷിക്കാൻ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചോദിച്ചാൽ കിട്ടാനും പോകുന്നില്ല, ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. അടുത്ത മന്ത്രത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായ പരമാത്മാവ് മനുഷ്യരിലും സൂര്യനിലും ഒന്ന് തന്നെയാണ്. അപ്പം പരമാത്മാവെന്ന ഈശ്വരൻ ഏകനാണ്. അത് തന്നെയാണ് എല്ലാ മനുഷ്യരിലും ഉള്ളത്. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ബ്രാഹ്മണ വൈശ്യ ശൂദ്ര എല്ലാം ആയിക്കോട്ടെ, ആർത്തവമുള്ള സ്ത്രീ ആയിക്കോട്ടെ, ഏതായാലും എല്ലാറ്റിലുമുള്ള പരമേശ്വരൻ
ഒന്ന് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഉച്ചനീചത്വങ്ങൾ വേദത്തിൽ വരുന്നത്? വേദം ഉച്ചനീചത്വമൊന്നും വേദത്തിൻ്റെ ഭാഗമല്ല. എന്നെ തൊട്ട അശുദ്ധമായി പോയി, ഈശ്വരനെ തൊട്ട അശുദ്ധാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് എന്നെ തൊട്ട അശുദ്ധാവുക? ഞാൻ തന്നെ ബ്രഹ്മമാണ്. അതായത് എല്ലാ ജീവികളിലും അന്തരാമിയായി ഇരിക്കുന്നത് ഒരേ ഈശ്വരനാണ്. ഇത് പഠിപ്പിക്കുന്ന വേദം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളതിനെയെല്ലാം നിഷേധിക്കാൻ പറ്റുന്നത്? അതെല്ലാം യഹോവയെ അള്ളയെല്ലാം ഈശ്വരനായിട്ട് കാണാൻ നമ്മൾ വളരണം. വേദം പഠിച്ചവനെ അങ്ങനെ ഒരു ഉയർന്ന നിലയിൽ അത് ബ്രഹ്മസമാനമായി മാറുകയാണ് ആ ചിന്താഗതി. നമ്മൾ അതിൽ നിന്നും എല്ലാം വിട്ടിട്ട് താഴോട്ടേക്ക് പോയിട്ട് ഒരുമാതിരി അജ്ഞാനികളായിട്ട് മാറിയിരിക്കുകയാണ്, വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ. വിവിധ രൂപത്തിൽ അത് പ്രകാശിക്കുന്നു എന്ന് മാത്രം. ആ ഈശ്വരൻ പല രൂപത്തിൽ പ്രകാശിക്കുന്നു. ചക്കയായിട്ട് പ്രകാശിക്കും, മാങ്ങയായിട്ട് പ്രകാശിക്കും, പ്രമോദായിട്ട് പ്രകാശിക്കും, യേശുവായിട്ട് പ്രകാശിക്കും, അള്ളയായിട്ട് പ്രകാശിക്കും, കുരിശായിട്ട് പ്രകാശിക്കും, വാളായിട്ട്, ത്രിശൂലമായിട്ട് പ്രകാശിക്കും, എന്തുമായിട്ടും പ്രകാശിക്കുന്നു. 33 അത് പ്രകാശിക്കുകയാണ്. ഇങ്ങനെ ലളിതമായിട്ട് മനസ്സിലാക്കൂ. ലോകത്തെ നമ്മൾ പഠിപ്പിക്കൂ ഈ സത്യം. അപ്പോഴാണ് കൃഷ്ണൻ മഹാഭാരത യുദ്ധം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? ഒരൊറ്റ വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെയുള്ള ഒരു ലോകം സൃഷ്ടിക്കാനാണ് കൃഷ്ണൻ മഹാഭാരത യുദ്ധം നയിക്കുന്നത്, അല്ലെങ്കിൽ 3-ാം ലോക മഹായുദ്ധം നയിക്കുന്നത്. യാതൊരു മനുഷ്യൻ ഈ തത്വം മനസ്സിലാക്കുന്നുവോ അവൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ, അങ്ങനെ ഈ തത്വം മനസ്സിലാക്കുന്നവര് എന്തു പറ്റുന്നു? അന്നമയ ആത്മാവ്, പ്രാണമയ ആത്മാവ്, ഈ ശരീരം, അന്നമയ ആത്മാവ്, അതിൻ്റെ അകത്തുള്ള പ്രാണമയ ആത്മാവ്, പിന്നെ മനോമയ ആത്മാവ്, വിജ്ഞാനമയ ആത്മാവ്, ആനന്ദമയ ആത്മാവ് എന്നീ രൂപങ്ങളിലെല്ലാം പ്രകാശിക്കുന്ന ആ ഈശ്വരനെ പ്രാപിക്കും. ഈ നിലയിൽ ചിന്തിക്കാൻ കഴിയുന്നവന് ഈശ്വരപ്രാപ്തി നേടാൻ പറ്റും. ഈ സ്ഥൂല വസ്തുവിൻ്റെ അന്തരാമിയായിരിക്കുന്ന പരമാത്മാവിനെ പ്രാപിക്കും. എല്ലാറ്റിൻ്റെയും അകത്തിരിക്കുന്ന പരമാത്മാവിനെ പ്രാപിക്കും. അവൻ ആവശ്യമായ പര്യാപ്തമായ ഭോഗസാമഗ്രികളുമായി ലോകം മുഴുവൻ സഞ്ചരിക്കും, സാമഗാനം ആലപിച്ചുകൊണ്ട്. അങ്ങനെ ഒരവസ്ഥയിലെത്തുമ്പം അവന് പിന്നെ ലോകമേ തറവാടാണ്. അവൻ ലോകത്തിൽ അങ്ങനെ സഞ്ചരിക്കും. അവന് വേണ്ട ഭോഗങ്ങളെല്ലാം നേടുമെന്ന്. അവനെന്താ വേണ്ടത്? ഒന്നും വേണ്ട. അവനോട് ചോദിച്ചാൽ അവനൊന്നും വേണ്ട. ആ അവസ്ഥയിലെത്തിയവന് എല്ലാം തികഞ്ഞവനാണ്. പ്രപഞ്ചം തന്നെ അവനാണ്, അവൻ്റേതാണ്, അവനാണ്. ആ ഒരു ചിന്താഗതിയാണ്. പിന്നെ അവന് പ്രത്യേകിച്ചൊന്നും വേണ്ട. അടുത്ത മന്ത്രത്തിൽ അവൻ്റെ സ്ഥിതി വിവരിക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥയിലെത്തുന്നവൻ്റെ സ്ഥിതി, അവൻ്റെ സ്ഥിതി ശരീരത്തിലല്ല. അപ്പോഴവൻ ഈ ശരീരം വിട്ടു. അവൻ്റെ സ്ഥിതി ശരീരത്തിൽ നിന്നും ഉയർന്ന് പരമാത്മാവിനെ പ്രാപിച്ചിരിക്കുകയാണ്. ഏറ്റവും മുകളിലുള്ള ആ ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കുകയാണ്. പരമാത്മാവുമായുള്ള ഐക്യം പ്രാപിക്കുക അവൻ്റെ അന്ധകരണം അപ്പോൾ പറയും. അവൻ ആ ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ അവൻ്റെ അന്തരകരണം, അവൻ്റെ ഉള്ളിൽ അവനോട് പറയും, ഇത് ആശ്ചര്യകരമായ സംഗതി തന്നെ. അവൻ്റെ ഉള്ളിൽ തോന്നിക്കാണ്, ഇതെന്തൊരു സംഗതി, ആശ്ചര്യകരമായ സംഗതിയാകുന്നു. എല്ലാ ഭോഗവസ്തുക്കളും അവയെ അനുഭവിക്കുന്ന ജീവാത്മാവും, എല്ലാ ഭോഗവസ്തുക്കളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭോഗവസ്തുക്കളും, ഇതെല്ലാം അനുഭവിക്കുന്ന ഈ ഞാനെന്ന ജീവാത്മാവും, ഇവനെ രണ്ടിനെയും യോജിപ്പിക്കുന്ന പരമാത്മാവും, ഭോഗവസ്തുക്കളും അതിനെ അനുഭവിക്കുന്ന ജീവാത്മാവായ ഞാനും, ഇവ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പരമാത്മാവും ഞാൻ തന്നെ. എല്ലാം ഞാനാണ്.
പിന്നെ എനിക്കെന്തിനാ പ്രത്യേകിച്ചൊരു വസ്തു? എല്ലാം എൻ്റേതാണ്. അവൻ തന്നെ ദേവകൾക്കുമുള്ള ബ്രഹ്മം. അവൻ തന്നെയാണ് 33 ദേവകൾക്ക് മുമ്പിലുള്ള ഏതാണ് പ്രപഞ്ചം ഇതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മം. അവൻ തന്നെ ബ്രഹ്മമായി മാറുകയാണ്. പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മം എന്നിൽ നിന്നും ഭിന്നമല്ല. ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എങ്ങനെയാണ്? പരമാനന്ദം. ഏതുപോലെ? നമ്മൾ ഗാഠനിദ്രയിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഇല്ലേ, മരിച്ചാലുള്ള അവസ്ഥ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർഗുണമാണ്. അതിന് രൂപവുമില്ല, ഭാവവുമില്ല, വിചാരങ്ങളില്ല, ഒരു ചുക്കുമില്ല. അപ്പോൾ ആ ബ്രഹ്മമാകുക എന്ന് പറഞ്ഞാൽ ഇവനും വികാരവുമില്ല, വിചാരവുമില്ല, ഒരു ചുക്കുമില്ല. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തിപ്പോവുകയാണ്. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ അവനെന്താണ് ചിന്തിക്കുക? ഏതെങ്കിലും ഒരാൾ ഒരു പദാർത്ഥം എടുത്ത് മറ്റൊന്നോ ആൾക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ അവൻ ചിന്തിക്കും ആ പദാർത്ഥം ഞാനാണ്, എന്നെ ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഈ ശരീരമെല്ലാം പോയി, പിന്നെ എൻ്റെ ചിന്ത എന്നാണ് ഒരാളൊരു വസ്തു എടുത്ത് അപ്പുറം കൊടുക്കുക, ആ വസ്തു ഞാനാണ്. അതിലൂടെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ആ ദാനത്തിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടു. അവനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ ദാനത്തിലൂടെ. ആ വസ്തു ഞാനാണ്. എന്നാൽ ആരെങ്കിലും സ്വയം ഭക്ഷിക്കുകയാണെങ്കിൽ, മറ്റാർക്കും കൊടുക്കാതെ സ്വയം ഭക്ഷിക്കുന്ന കുറേ കക്ഷികളുണ്ട്. ആർക്കും ഒന്നും കൊടുക്കില്ല, എല്ലാം അവൻ തന്നെ തിന്നു. അങ്ങനെ ഭക്ഷിക്കുന്നുവെങ്കിൽ അവനെ ഞാൻ അന്നരൂപമായിട്ട് വിഴുങ്ങുന്നു. അവിടെ അന്നമായിട്ട് ഞാൻ അവനെ തന്നെ വിഴുങ്ങും. എന്നിട്ട് അവൻ്റെ പ്രഭാവത്തിന് നാശം വരുത്തും. അപ്പോൾ ആ ഭക്ഷണം ഞാൻ തന്നെയാണ്. ആ ഭക്ഷണം സ്വയം ഭക്ഷിക്കുന്നത് വിഷമായിട്ട് മാറും എന്ന നിലയിലാണ് പറയുന്നത്. അപ്പോൾ ഒരുത്തൻ എന്നെ എടുത്തിട്ട് ഒരു വസ്തു എടുത്തിട്ട് ദാനം ചെയ്യുന്നുണ്ട്. ആ ദാനം ഞാൻ തന്നെയാണ്. അവനെ രക്ഷിക്കും. ഏതെങ്കിലും ഒരാൾ സ്വയം തിന്നുകയാണെങ്കിൽ ആ ഭക്ഷണം ഞാൻ തന്നെയാണ്. അവനെ പോയിട്ട് ഞാൻ നശിപ്പിക്കും. എല്ലാം ചെയ്യുന്നത് ഞാനാണ്. ആര്? ബ്രഹ്മമാണ്. അപ്പോൾ ഇവനെന്തായി മാറി? ബ്രഹ്മമായിട്ട് മാറി. എല്ലാ പ്രകാശത്തിലും എൻ്റെ അംശമാണുള്ളത്. ഈ ലോകത്തിലുള്ള പ്രകാശത്തിൻ്റെ എല്ലാ അംശം ഞാനാണ്. അവൻ സ്വയം ചിന്തിക്കുകയാണ് ആ അവസ്ഥയിൽ. ഈ പ്രകാശമെല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന രശ്മികളാണ്. ഇങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത്. അതെല്ലാം എൻ്റെ തേജസ്സിൻ്റെ അംശമാണ്. എൻ്റെ ഒരു അംശമാണ് ഇവിടെ എല്ലാം പ്രകാശിക്കുന്നത്. അവൻ ബ്രഹ്മമാണ് എന്ന നിലയിലാണ് പിന്നെ അവൻ്റെ ചിന്ത. ഇവിടെയുള്ള പ്രകാശമെല്ലാം എന്നിൽ നിന്നും വമിക്കുന്നതാണ്. ആ നിലയിലായിരിക്കും അവൻ്റെ ചിന്താഗതി. ഈ പരമമായ തത്വം ആര് ഗ്രഹിക്കുന്നതോ അവനും ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്നുവെന്ന് പറയുകയാണ്. ഈ തത്വം, ഈ പറഞ്ഞ തത്വങ്ങൾ ആർക്കെങ്കിലും ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ അവനും ഈ അവസ്ഥയിലെത്തും. എല്ലാം ബ്രഹ്മം, ഞാനും ബ്രഹ്മം അവസ്ഥയിലേക്ക് എത്തും. അതോടുകൂടി തൈത്തിരീയോപനിഷത്ത് അവസാനിക്കുന്നു.